പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതം. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ആമേൻ മെലീത്തയുടെ മണ്ണിൽ ചില പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് പൗലോസും കൂടെയുള്ള 275 പേരും എത്തുവാനിടയായിത്തീർന്നുള്ള. ഇനി മെലീത്തയിൽ നടക്കുന്നത് എന്തുവാന്നാ നമ്മളിന്ന് ചിന്തിക്കുന്നത്. നോക്കിയേ, അവിടെ ഭയങ്കര തണുപ്പാണ്. അവിടെ അപരിഷ്കൃതരായിട്ടുള്ള ചില ആൾക്കാരായിരുന്നു, ബർബരന്മാരെന്ന് അവരെ പറയുന്നത്. ആ ബർബരന്മാർ എന്നുള്ള അതിൻ്റെ ഒരു അർത്ഥം ഞാൻ നോക്കിയപ്പോൾ അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു വിഷയമല്ല. യഥാർത്ഥത്തിൽ അവരെല്ലാം കൊന്നുകളയേണ്ടതാണ്. ഇതാ അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ പൗലോസ് എന്ന് പറയുന്നൊരു വാക്തത്വ സന്തതി ആ ദീവി കാലുകുത്തിയത് കൊണ്ട് മാത്രം അവർ അസാധാരണമായ ദയ കാണിച്ചു. സാധാരണ ദയ അല്ല. ഈ അസാധാരണമായ ദയ എന്തുകൊണ്ടാണ് ഉണ്ടായെന്നറിയാവോ? പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ നിമിത്തമാണ്. ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ നിമിത്തം ചിലർ അസാധാരണമായ ദയ അനുഭവിക്കാൻ പോവാം. ഒരർഹതയുമില്ല അവർക്ക്, പക്ഷെ നീ നിമിത്തം അത് അനുഭവിക്കും അവർ. കാരണം നിൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. നിൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. ആ ശതാധിപനെ നിന്നെ രക്ഷിപ്പാൻ ഇച്ഛിച്ചത് കൊണ്ട് അവനും ആ ദയ അനുഭവിക്കാനായിട്ട് പോകും. അവർ ആദ്യം ചെയ്തത് എന്തുവാ? ആ ശീതം നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെ കൈക്കൊണ്ടു. കണ്ടോ, ഒരു സാധ്യതയുമില്ല കൈക്കൊള്ളാം മാനുഷികമായിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഫേവർ പൗലോസേ നിൻ്റെ മേലുള്ളത് കൊണ്ട് ചിലരുടെ മേലും കൂടെ അത് വരാൻ പോവുകയാണ്. സ്തോത്രം. ഞാനിത് ഒരു ദൈവാലോചനയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആ സ്ഥാപനത്തിലുള്ളത് നിമിത്തം, നിങ്ങൾ ആ വീട്ടിനകത്തുള്ള നിമിത്തം, നിങ്ങൾ ആ കമ്പനിയിലുള്ളത് നിമിത്തം, നിങ്ങൾ ആ രാജ്യത്തുള്ളത് നിമിത്തം, ഹല്ലേലൂയ, ചിലർ കൂടെ അതിൻ്റെ നന്മ അനുഭവിക്കാനായിട്ട് പോവുക. എപ്പോഴാണ് നിങ്ങളെ നിമിത്തമാണ് ആ അനുഗ്രഹം അവർക്കുണ്ടായെന്ന് മനസ്സിലാകും? നിങ്ങൾ അവിടുന്ന് പോകുമ്പോഴാണ്, നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കും, നിങ്ങളുടെ പ്രസൻസ് അവിടെ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് മറ്റുള്ളവർ മനസ്സിലാകും, അയ്യോ അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അത് സംഭവിക്കും. നോക്കിയേ, തീ കൂട്ടി കുറേ വിറക് പിറക്കി, തീ കൂട്ടി എന്ത് ചെയ്ത് കൈക്കൊണ്ടു. പൗലോസ് കുറേ വിറക് പിറക്കി തീക്കകത്തേക്ക് ഇട്ട്. ഇവിടെ ആ സംഭവം തിരിയുന്നത്. അവർ തീ കൂട്ടിയപ്പോൾ കുഴപ്പമൊന്നും വന്നില്ല, കാരണം അണലിക്ക് ചൂടൊന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ ഒരു ആത്മീക ശുശ്രൂഷ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ്, എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആത്മാവിൽ നടന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ആത്മാവിൽ നടക്കണം. എപ്പോഴും ദൈവശബ്ദം കേട്ട് ദൈവാനുരൂപമായിട്ട് നടന്നാലുണ്ടല്ലോ ഒരു കാര്യം സംഭവിക്കും. നിനക്ക് ആത്മീക ശുശ്രൂഷ വെളിപ്പെടേണ്ട സമയം നിൻ്റെ മുമ്പിൽ ഒരുങ്ങി വരുമ്പോൾ ധൈര്യത്തോടെ അങ്ങോട്ട് ചെയ്തോണം. ആ അണലി പുറത്തു വരാൻ തന്നെ ആ പൗലോസ് അത് ചെയ്തത്. അണലി പുറത്തു വരാൻ തന്നെ. കാരണം ആ ചൂട് കൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് തണുപ്പ് മാറും. അവിടെ ആ തണുപ്പ് മാറി അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പക്ഷേ പൗലോസ് അവിടെ തണുപ്പല്ല നോക്കിയത്, ആ ദേശത്തിൻ്റെ തണുപ്പാണ്. ആ ദേശത്തിൻ്റെ തണുപ്പിനെ കൺട്രോൾ ചെയ്യുന്നൊരു സ്പിരിറ്റ് അവിടെ ഉണ്ടായിരുന്നു. നീതിദേവി എന്ന് വിളിക്കപ്പെടുന്ന അണലി ശക്തി. അത് പുറത്തു വരാൻ സാധാ തീ കൊണ്ട് പറ്റത്തില്ല. അടുത്ത നിമിഷം ആത്മനിയോഗത്തോടെ പൗലോസ് അതിനെ വിറക് പിറക്കി. വിറക് എന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? ഞാൻ എൻ്റെ ജനത്തെ വിറകാക്കും, എൻ്റെ വചനത്തെ തീയാക്കും. കണ്ടോ, ആത്മാവിൽ നിങ്ങളതിനെ ചിന്തിച്ചേ. ഇവിടെ ഒരു കൂട്ടം ബർബരന്മാരുണ്ട്. അവരാരാ? ദൈവത്തിൻ്റെ വിറക. പക്ഷെ ഇപ്പോൾ എന്തിനടിമയായിരിക്കുക? ഈ തണുപ്പ് പറ്റി പിടിച്ച് വിഷം ചീറ്റുന്ന അണലിക്കടിമയായിരിക്കുക. പക്ഷെ ആ അണലി തീരാതെ ഇവർ പുറത്തു വരത്തില്ല. ഞാൻ വചനം കത്തിക്കാൻ പോവാ. ഞാൻ വചനം കത്തിക്കാൻ പോവാ. അണലി ആദ്യം പുറത്തു വരും. 2 വിറകുകൾ ബർബരന്മാർ പുറത്തു വരും. സംഭവിച്ചോ? ആരാടാ എന്നെ ഇളക്കാൻ വന്നേ? നീയാണോടാ എന്ന് പറഞ്ഞ് അവരുടെ കയ്യെ കയറി ചുറ്റിയില്ലേ. പക്ഷെ പൗലോസ് എന്തോ ഇതെല്ലാവരും കണ്ട്, ബർബർമാരെല്ലാം കണ്ട്. അവൻ വെറുതെ നിന്നില്ല, പെട്ടെന്ന് അങ്ങ് കുടഞ്ഞ് കളഞ്ഞില്ല. കണ്ടോളാൻ പറഞ്ഞു. കാരണം ഒരു വാക്തത്വം ഉണ്ട് അവനോട്. മരണകരമായ യാതൊന്ന് കുടിച്ചാലും കടിച്ചാലും ഹാനി വരത്തില്ല. ആ വാക്തത്വത്തിൽ ആശ്രയിച്ച കയ്യെ തൂങ്ങിക്കിടക്കുന്ന അണലിയെ കാണിച്ച. അണലിയെ കണ്ടോ എല്ലാവരും ദേവിയാന്ന് പറഞ്ഞപ്പോൾ അവൻ ഒറ്റ കൊടയക്കം. എൻ്റെ ദേവിതാ എൻ്റെ തീക്കകത്ത് കിടക്കുന്നു. വിശ്വസിക്കുകയോ ഇതിലെ ദേശശക്തികളെ കൊടയാൻ സ്വർഗം നിനക്ക് അധികാരം തരാൻ പോവാ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ദേശശക്തികളെ കൊടയാൻ ദൈവം നിനക്ക് അധികാരം തരാൻ പോവാ. കൊടഞ്ഞു കളഞ്ഞു. പിന്നെ എല്ലാവരും ഇപ്പോൾ ഇവനെയാണ് നോക്കുന്നത്. 275 പേരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവനെങ്ങോട്ട് പോകുന്നു, ഇവൻ എന്ത് ചെയ്യുന്നു? കണ്ടോ, പരിശുദ്ധാത്മ പബ്ലിസിറ്റി കൊടുക്കുന്നത് കണ്ടോ? നീ വിചാരിച്ചത് നിന്നെ വീർപ്പിക്കാൻ വേണ്ടിയാണെന്നോ? ആ വാക്യം ഒന്ന് വായിച്ച് അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച്
അപ്പോൾ ഈ അണലി ആരുടെയും ദേഹത്ത് കയറിയാൽ കടിച്ചാൽ ഈ ശക്തി സംഭവിച്ച വയറ് വീർക്കും, ചത്ത് വീഴും. ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത്. പക്ഷെ വളരെ നേരം അവർ കാത്തു നിന്നിട്ട് കൊലപാതകം എന്നാ ഇത് ചെയ്തപ്പോൾ ഈ അണലി തൂങ്ങുന്ന കണ്ടപ്പോൾ ഇവർ പറഞ്ഞു കൊലപാതകം കണ്ടോ, ഇവൻ കൊല ചെയ്തിട്ട് വരിക കേട്ടോ. വളരെ നേരം കാത്തു നിന്നിട്ട് ഇവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ലെന്ന് കണ്ട് മനസ്സ് മാറി ഒരു ദേവനെന്ന് പറഞ്ഞു. മനസ്സ് മാറി അടുത്ത നിമിഷം അവനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ അവരെന്തോ പറഞ്ഞേ, ഇവനൊരു ദൈവ പൈതല, ഇവനൊരു ദേവനാ, ഇവനൊരു ദൈവ മനുഷ്യനാ. കണ്ടോ, ഇതാ സംഭവിക്കാൻ പോകുന്നത്. നിന്നെ തകർക്കാൻ അയച്ചു വിട്ടത്, നിന്നെ നശിപ്പിക്കാൻ അയച്ചു വിട്ടത്, നിന്നെ ദൈവ പൈതലെന്ന് ശത്രുക്കൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പോവുക. എന്താ കാരണം? അവിടെ ഇനി ഒരു പ്ലാറ്റ്ഫോം നിനക്കൊരുങ്ങുക. സുവിശേഷം പറയാൻ പ്ലാറ്റ്ഫോം ഒരുങ്ങുക. കർത്താവിനെ ഉയർത്താൻ പ്ലാറ്റ്ഫോം ഒരുങ്ങുക. നീ റോമിലെത്തിയില്ല, അതിലേക്കുള്ള യാത്രയില്ല. പക്ഷെ അതിനെ നാമെ തകർക്കാൻ ഏറ്റവും ലാസ്റ്റ് പ്രതികൂലമായത് കേട്ടോ. ഹാലയിൽ നീ റോമിലെത്തും. സ്തോത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൂതിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ ലൈഫിനകത്ത് ഇതുപോലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ദേശശക്തികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു വലിയ ദൈവിക ശുശ്രൂഷ എൻ്റെ ജനത്തിന് മേൽ കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.